ഇത് ലെബനോൻ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പ്രൗഢമായ പാരമ്പര്യമുറങ്ങുന്ന രാജ്യം. ക്രൈസ്തവ പൈതൃകത്തിന്റെ തുടുപ്പുകൾ മിടിക്കുന്ന മണ്ണ്. ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം വരെ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലെബനോൻ. മധ്യപൂർവേഷ്യയിലെ യൂറോപ്പ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ലെബനോൻ യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുന്ന മനോഹാരിതയും സാമൂഹിക പശ്ചാത്തലവും ലെബനോന്റെ കൈമുതലായിരുന്നു. ക്രൈസ്തവ മൂല്യങ്ങൾ ലെബനോന്റെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിരുന്നു. പരിശുദ്ധ ബൈബിളിൽ ഏകദേശം 70 തവണയാണ് ലെബനോന്റെ പേര് പരാമർശിച്ചിട്ടുള്ളത്. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലെബനോനിൽ ഇന്ന് ക്രൈസ്തവർ ന്യൂനപക്ഷമാണ്. ഇന്ന് ലെബനോൻ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമാണ്. 1960കളിൽ പലസ്തീൻ പ്രദേശത്തു നിന്നും വന്ന അഭയാർത്ഥി പ്രവാഹത്തിന്റെ മറവിൽ സംഭവിച്ച അധിനിവേശം, ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള ഭീകര സംഘടനകളുടെ ആവിർഭാവം തുടങ്ങിയവ ലെബനോനിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. മാത്രമല്ല, രാജ്യത്തെ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നും കേരളത്തിലേതിന് സമാനമായി സംഭവിച്ച വിദേശ കുടിയേറ്റം ലെബനോന്റെ ഡെമോഗ്രഫിയിൽ കാതലായ മാറ്റം വരുത്തി. ആഭ്യന്തര സംഘർഷങ്ങളും ബെയ്റൂട്ട് സ്ഫോടനവും ലെബനോന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലൊടിച്ചു. വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് ലെബനോനിലെ ക്രൈസ്തവർ കടന്നു പോകുന്നത്. എങ്കിലും വളരെ ആവേശത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ലെബനോനിലെ ക്രൈസ്തവർ ക്രിസ്തുമസിനായി ഒരുങ്ങുന്നതും ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും. ലെബനോനിലെ മനോഹരമായ ക്രിസ്മസ് ആഘോഷങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഷെക്കേന ന്യൂസ് ക്ഷണിക്കുന്നത്. ലെബനോനിൽ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന റിഡംട്രിസ്റ്റ് സന്യാസ സമൂഹാംഗങ്ങളായ ലിജോ അച്ഛനും ബിനോയ് അച്ഛനുമാണ് ലെബനോനിലെ നയന മനോഹരമായ ക്രിസ്തുമസ് കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ഇന്ന് കൊണ്ടുപോകുന്നത്. Christmas from the bottom of my heart. Merry Christmas! ലെബനോൻ്റെ ക്യാപിറ്റലായ ബെയ്റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ക്രിസ്മസിൻ്റേതായ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. ഇത് തൊട്ട് താഴെയാണ് പരിശുദ്ധ മാർപ്പാപ്പ ബലിയർപ്പിച്ച സ്ഥലം. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ഒരു വർഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രദേശമൊക്കെ ഇത്രമാത്രം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ലെബനോനിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബെയ്റൂട്ടിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത്. ഇവിടെ പരിശുദ്ധ പിതാവ് വന്നതിന് ശേഷം ഈ വർഷം ഭയങ്കരമായിട്ട് ക്രിസ്മസിന് വേണ്ടി ഈ ക്യാപിറ്റൽ സിറ്റി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് സന്ദർശിച്ച ഈ സ്ഥലം ഇവിടെ മുഴുവന് വലിയ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് നടന്നപ്പോൾ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലങ്ങളെല്ലാവരും വലിയ ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. വലിയ ഒരു ആഘോഷത്തിൻ്റെ അവസരമാണ്. ഇവിടെയാണ് പരിശുദ്ധ പിതാവ് വന്ന് സർവ്വമത സമ്മേളനം നടത്തിയത്. ഈ പ്രദേശത്തെ അന്ന് ഉണ്ടായിരുന്ന ആഘോഷം അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ മുഴുവനും ക്രിസ്മസിൻ്റെതായ വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം പതിവിലധികമായ ഒരു ആഘോഷമാണ് ലെബനോനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ലെബനോനിലെ ബിബ്ലോസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ലെറ്ററുകളുടെ ആരംഭം കുറിച്ച സ്ഥലം. ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം പതിവിലധികമായ ഡെക്കറേഷൻസുകൾ ഇവിടെയുണ്ട്. എല്ലാ വർഷവും പതിവായിട്ട് ഇവിടെ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ വർഷം പാപ്പ ലിയോ 14 വന്നതിൻ്റെ വലിയ ഒരു സന്തോഷം ഇപ്പോഴും ലെബനീസ് ജനതകളുടെ മുമ്പിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ മുഖത്തുള്ള പ്രസന്നതയും
അവരുടെ സന്തോഷമൊക്കെ ഈ ഡെക്കറേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ ഇത് ഏകദേശം സമയം 9:30 ഇപ്പോഴും ലൈഫ് ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. വീട്ടിൽ കുടുംബങ്ങളിൽ നിന്ന് മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇന്ന് മുതൽ ലെബനോനിൽ ഹോളിഡേയ്സ് തുടങ്ങിയിരിക്കുകയാണ്, ക്രിസ്മസിൻ്റെ ഉള്ള ഹോളിഡേയ്സ്. ഈ ഹോളിഡേയ്സ് ആഘോഷിക്കുവാനായിട്ടും ഇവിടെ വന്ന് അല്പനേരം സമയം ചെലവഴിക്കാനായിട്ടൊക്കെ ഇവർ പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ ലെബനൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാമിലി ലൈഫിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ലെബനോന്. ലെബനോൻ്റെ തൊട്ടപ്പുറത്ത് മാറി വലിയ 2-3 പുരാതനമായ പള്ളികളുണ്ട്. ഈ ഡെക്കറേഷൻസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബലദിയ എന്ന് പറയും, അതായത് മുനിസിപ്പാലിറ്റികളെല്ലാം കൂടെ കൂടിയാണ് ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഡെക്കറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത് ഗവൺമെൻറ് മുഖാന്തരം നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഗവൺമെൻറ് തന്നെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തും അങ്ങനെയാണ്. ഓരോ മുനിസിപ്പാലിറ്റികളും അവരവരുടെ പ്രൈസുകളെല്ലാം പ്രത്യേകമായിട്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് അലങ്കരിക്കാറുണ്ട്. പ്രധാനമായിട്ട് നേരത്തെ അങ്ങനെയൊന്നുമില്ലായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2020 ബ്ലാസ്റ്റ് നടന്ന അന്നു മുതൽ ലെബനോൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഡെക്കറേഷനുകളോ ക്രിസ്മസ് ആഘോഷങ്ങൾ തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ വർഷം അതിനെല്ലാം വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പോപ്പ് ലിയോ 14 വിസിറ്റ് ലെബനോന് വലിയൊരു ഉണർവ് തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. അവർക്ക് കാണാനായിട്ട് അവരുടെ മുഖത്തുള്ള സന്തോഷവും അവരുടെ ആ ആഹ്ലാദമൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കാണും. ലെബനോനിലെ ഒരു മൈഗ്രൻസ് ഗ്രൂപ്പിന്റെ അടുക്കലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ ഭയങ്കര ക്രിസ്മസിന്റെ ഒരുക്കങ്ങളിലും സന്തോഷത്തിലുമാണ്. അവര് നമുക്ക് വേണ്ടി ഒരു ക്രിസ്മസ് കരോൾ ഗാനം ആലപിക്കുന്നതാണ്. We wish you a very happy Merry Christmas and advance Happy New Year from Redemptory Sarba Prayer Group in Lebanon. Pala. Merry Christmas, we wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. There's no stranger, and if we're shining on, and if you ever saw it, you wouldn't even say no. All of the other vendors, they never let borrow, join in their game. Then one foggy Christmas Eve, Santa came to say, "Lord, keep your nose so bright, won't you guide my faith tonight?" Then all the reindeer loving, as they shouted out with me, "Rudolph the red-nosed reindeer, you should have in this story."
നമ്മളിപ്പോൾ ആയിരിക്കുന്നത് 1800-കളിൽ തുടങ്ങി വെച്ച, അതായത് ഈ സിറിയൻ കാത്തലിക്കിൻ്റെ പാത്രാഗേറ്റ് ഹൗസിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കാണുന്ന ചാപ്പല് 1800-കളിൽ ആദ്യകാല ക്രിസ്ത്യാനികൾ ഒന്നിച്ചു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച ഒരു സന്യസ്ത ഭവനമാണ്. ഇവിടെയായിരുന്നു അവർ ഭക്ഷണം കഴിക്കുകയും അവർ പാട്ടുപാടുകയും അവരുടെ സിനഡ് നടത്തുകയും അവർ അന്തി ഉറങ്ങുകയും ചെയ്തിരുന്നത്. ഈ ചർച്ചിനൊരു വളരെ പ്രത്യേകതയുണ്ട്. ഇതിലെ ഓരോ ഭാഗത്തും ഇവിടെ ജീവിച്ചിരുന്ന പാത്രിയാർക്കീസ്മാരെ അടക്കിയിരുന്ന സ്ഥലമാണ്. ഈ പാത്രിയാർക്കീസ്മാരുടെ തിരുശേഷിപ്പുകൾ എല്ലാം കൂടെ ഈ അൾത്താരയിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈ അൾത്താരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുണ്ട്, രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുണ്ട്. അങ്ങനെ വളരെ പുണ്യമായ ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ സിറിയൻ കാത്തലിക്ക് പാത്രിയാർക്കീസിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് ഹദായ എന്ന് പറഞ്ഞ ഒരു ബ്രദറിനെ പരിചയപ്പെടാനിടയായി. ഇറാഖിലെ മസൂളയിൽ നിന്ന് വന്ന ഒരു ബ്രദറാണ്. ഇപ്പോൾ തിയോളജി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാഖിൽ ഞങ്ങൾ ബ്രദറിനോട് ഈ അനുഭവമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 6 ലക്ഷത്തോളം ക്രിസ്ത്യാനികളുണ്ടായിരുന്ന സ്ഥലമാണ്. ICS ഭീകരരുടെ ആക്രമണത്തിൽ അവരുടെ കുടുംബക്കാർ, ബ്രദറിൻ്റെ കുടുംബക്കാർ, സ്വന്തക്കാരെല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അവിടെ ഏകദേശം 10,000 ക്രിസ്ത്യാനികൾ ഒന്നിച്ചു ചേർന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രദർ താമസിക്കുന്ന സ്ഥലത്ത് സിറിയക്ക് പാരമ്പര്യമുള്ള സ്ഥലമാണ്. ഇവരെ സംസാരിക്കുന്ന ഭാഷ പോലും സിറിയക്കാണ്. അങ്ങനെ ഈ ബ്രദറിനോട് പറഞ്ഞു, ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കേരളത്തിലെ സഭ നമ്മൾ ഒരേ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന നമുക്ക് വേണ്ടി ബ്രദർ ഒരു പാട്ട് പാടാമെന്നോ, അല്ലെങ്കിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും നൽകുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ ഒരു സന്ദേശം തന്നെയാണെന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ട്. ബ്രദറിൻ്റെ പേര് തന്നെ ഹദായ, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ ബ്രദർ നമുക്ക് വേണ്ടി ഒരു ആശംസകളും ഒരു ചെറിയ പ്രാർത്ഥന ചെല്ലുന്നതായിരിക്കും. تشبهت على ضغط مرامي وعلى عشلومه وسبرطوبه عيدو المولود الموراني يشوم شيحو بريق الخلقون بشينو بشلومه دعيتو سريويو كاتريبويو بديرو الموراش وزوبو شرفة شمي هدايا شمشونو قرويو من عيدو موريو حانون قرقوش موصل بشينو بشلومه دعيتو قادشتو ملاباري وملنكاري هندوايا. ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ മാർ എഫ്രൈം കാത്തലിക് സിറിയൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റ് സന്ദർശിക്കാനിടയായി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വളരെ മനോഹരമായ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പാപ്പയൊക്കെ വന്നതിൻ്റെ വലിയ സന്തോഷം ഈ സിസ്റ്റർമാരുടെയൊക്കെ മുഖത്തുണ്ട്. അപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി നമ്മളെ ഒന്ന് ആശംസിച്ച് ഒരു ക്രിസ്മസ് സോങ് അവരിപ്പോൾ പാടുന്നതായിരിക്കും. شيحو إثيلك بغاو بيت لحين مين مدلحو موشي دولي قوري شأل الوامرين ديكو دلد ملكو دلو ذيثاي تون بروخوني زرود لي البركة عندي مريم لمشيحو حلبو أين قتي لم ترزق البريوتو بعزرورك رختي وأفقر يوصمتي وعيري ومناخي قادش قو عين لي
كمان أنا بتمنى للجميع سنة مباركة وميلاد مجيد يحمل السلام لقلوب الجميع الناس، مشان نعم السلام بالعالم كله وخصوصا بشرقنا المتألم. بتمنى عيد مبارك ومقدس للجميع. بتمنى للجميع عيد سعيد وسنة مباركة تحمل لإلكن الفرح والسلام. السلام للشرق اللي عم يتغبط بالحرب. يسوع ملك السلام هو بيجي وبيعطينا أمنه وسلامه. آمين. بعهد جديد والسماء هديت بالعيد والنجم يطل بعيد تيبشر بعهد جديد تيبشر بعهد. Misfortune seemed as what it got into a drifted bank and we got upset. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on the soft sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride on the soft sleigh. പരിശുദ്ധ പിതാവ് സന്ദർശിച്ച ഹരീസയിലെ പരിശുദ്ധ അമ്മയുടെ മുൻപിലുള്ള പുൽക്കൂടിന് മുൻപിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ദർബൂറിലെ സെൻറ്റ് പോൾ മൊണാസ്ട്രിയിലാണ്. മൊണാസ്ട്രിയിലെ ബ്രദർ നവാർ നമുക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ഗാനം ആലപിക്കുന്നതായിരിക്കും. ميلادك أيها المسيح إلهنا قد أظهر نور المعرفة للعالم لأن الساجدين للكواكب
فيه تعلم من الكوكب السجود لك يا شمس العدل وعرفوا أنك المشرق الذي من العلا يا رب المجد لك. 2025 വർഷം ജന്മദിനം ആഘോഷിച്ച ഒരു വ്യക്തിയും ഈ ലോകത്തിലുണ്ടായിരിക്കുകയില്ല. അത് യേശുക്രിസ്തു മാത്രമേ കാണുള്ളൂ. ഇപ്പോഴും ഇങ്ങനെ ആ ജന്മദിനങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരും കേക്ക് മുറിക്കുന്നു, എല്ലാവരും പങ്കിടുന്നു, എല്ലാവരും സ്നേഹം പങ്കുവയ്ക്കുന്നു. വലിയ ആഘോഷം. ടൗണുകളും വീടുകളും കുടുംബങ്ങളും ആൾക്കാരും ഒക്കെ വലിയ സന്തോഷത്തിലും ഒരുക്കത്തിലുമൊക്കെയാണ്. എനിക്ക് പെട്ടെന്ന് ഈ ലെബനോനിൽ നിന്ന് ഈ ക്രിസ്മസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ക്രിസ്മസിൻ്റെ ട്രീ ഈ ദേവദാരുവിൻ്റെ ട്രീയാണ്. അതിങ്ങനെ ഭയങ്കര അടിയുറച്ച് നിൽക്കുന്ന ഒരു ട്രീയാണ്. ആ മരം ഒരിക്കലും ഇളക്കിക്കളയാനായിട്ട് പറ്റുകയില്ല എന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. അതൊരിക്കലും ഇളക്കിക്കളയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും ഭവനത്തിനുള്ളിലായിരുന്നു. കാരണം ഞങ്ങളുടെ ചുറ്റോട് ചുറ്റും പടക്കത്തിന് പകരം ബോംബായിരുന്നു പൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബോംബ് പൊട്ടുമ്പോൾ ഭയങ്കര സൗണ്ടും ആൾക്കാരൊക്കെ വളരെ പാനിക്കായിട്ട് രാത്രി വിശുദ്ധ കുർബാന വേണോ വേണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച് അവസാനം പറയാമെന്നാണ് പറഞ്ഞത്. വിശുദ്ധ കുർബാന വയ്ക്കുകയും കുറേ പേരൊക്കെ വരികയൊക്കെ ചെയ്തു കേട്ടോ. വന്നവരൊക്കെ ഭയങ്കര ആഘോഷത്തിലൊക്കെ ആയിരുന്നു. അതുപോലെ ഒരു വലിയ പ്രതിസന്ധി കൂടെ ആയിരുന്നു ലെബനോൻ കഴിഞ്ഞ വർഷം 2024 ക്രിസ്മസ് ആഘോഷിച്ചത്. പക്ഷേ അതപേക്ഷിച്ച് ഈ വർഷം നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സമ്മാനം നേരത്തെ തന്നെ കിട്ടി. കാരണം ലിയോ 14 മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗികമായ ആദ്യ സന്ദർശനം ലെബനോൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അത് എനിക്ക് തോന്നുന്നത് ക്രിസ്മസിന് ഈ ലെബനോനിലെ ജനതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണെന്നാണ് തോന്നുന്നത്. ക്രിസ്മസ് സമ്മാനം. ഞങ്ങളൊക്കെ ആ സമ്മാനം മേടിച്ചവരാട്ടോ. അങ്ങനെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആ സമ്മാനം ഇപ്പോഴും ഇങ്ങനെ ആ നിമിഷങ്ങൾ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ഈ വർഷം പതിവിലൊക്കെ വിരുദ്ധമായിട്ട് ലെബനോൻ മുഴുവനും അലങ്കരിക്കപ്പെട്ടിരിക്കുക. എവിടെയെല്ലാം നോക്കിയാലും അവിടെയെല്ലാം അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്തോ അവർക്കൊരു വലിയ പ്രതീക്ഷ അവരുടെ ജീവിതത്തിലേക്ക് വന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ സൽവാർത്തയാണല്ലോ ക്രിസ്തുവിൻ്റെ ജനനം മറ്റുള്ളവരിലേക്ക് അറിയിച്ചത്. ഈ സമാധാനം വേണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ കഴിയുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ സൽവാർത്ത എന്നും ഇവിടെ ജ്വലിച്ച് നിൽക്കണമെന്നാണ് അറിയിക്കുന്നത്. എപ്പോഴും യേശുനാഥൻ്റെ നമ്മൾ ക്രിസ്മസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇമ്മാനുവൽ ദ ഗോഡ് ഈസ് വിത്ത് അസ്, അതായത് ദൈവം നമ്മോട് കൂടെയാണ്. പഴയ നിയമ കാലഘട്ടമൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ തമ്പുരാൻ ഇങ്ങനെ കൂടെ നിന്ന് ആയിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ. അത് തുടർന്ന് വന്നു കഴിയുമ്പോൾ ഈശോ മിശിഹ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. ഒരിക്കലും തമ്പുരാന് ഈ ജനതയെ തിരിഞ്ഞ് വിട്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഈ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിലെ അവർ താമസിച്ച ഒരു സ്ഥലമാണല്ലോ ലെബനോൻ എന്ന് പറയുന്നത്. അവിടെ അവർക്ക് വലിയ പ്രതീക്ഷയാണ്. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ദേവദാരുവിൻ്റെ വേരുപോലെ ഉറച്ച വിശ്വാസമാണ്. ആ ഉറച്ച വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രതിസന്ധികളും ഈ ബോംബ് ഭീഷണികളും ഈ മതപരിവർത്തനവും ഈ അഭയാർത്ഥികളുടെ വലിയ ഭാരവും ഒക്കെ ഇവിടെ ഉണ്ടാവുമ്പോഴും ഇവർക്കൊക്കെ ഈ വിശ്വാസത്തെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ലെബനോൻ ചുറ്റിക്കറങ്ങി നടന്നവർക്കറിയാം, എവിടെയെല്ലാം നോക്കിയാലും അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചു, ഈവൻ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ക്രൂശിത രൂപമാണ് റോഡിൻ്റെ നടുക്ക് തൂങ്ങിക്കിടക്കുന്നത്. അത്ര വിശ്വാസത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമാണ് ലെബനോൻ എന്ന് പറയുന്നത്. അവിടെ ഇന്ന് മുഴുവനും ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് എല്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ, ഇവിടെ ബലദിയ എന്ന് പറയുന്നത്, എല്ലാ ബലദിയയുടെ നേതൃത്വത്തിൽ ഓരോ വില്ലേജുകളും ഓരോ പ്രദേശങ്ങളും അലങ്കരിച്ചിരിക്കുക. എന്ത് രസമാണെന്നറിയോ, മൊത്തം ഇങ്ങനെ അലങ്കരിക്കും. കഴിഞ്ഞ ദിവസം ഈ അലങ്കാരങ്ങളൊക്കെ ഒന്ന് പോയി കാണുവാനായിട്ടൊക്കെ സാധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ക്രിസ്മസ് ഇത്രയും സന്തോഷത്തോടെ ഇവർ ആഘോഷിക്കുന്നത്. അതിനെല്ലാം എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രതീക്ഷ മാപ്പാപ്പയുടെ ഒരു വിസിറ്റായിരുന്നു.
ഈ പാപ്പ ഇവിടെ സന്ദർശിച്ചതോടുകൂടി ലെബനോന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരിക്കുന്നത്. അങ്ങനെ ലെബനോൻ മുഴുവൻ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി നാളെ ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ ആ ക്രിസ്മസിന് വേണ്ടി അവരെല്ലാവരും ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുകയാണ്. രാത്രിയിലെ വിശുദ്ധ കുർബാനയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഈ 2 ദിവസമായിട്ട് കരോൾ ഗാനങ്ങളുണ്ടായിരുന്നു. റോഡുകളിലൂടെയൊക്കെ വാഹനങ്ങളൊക്കെ മൊത്തം അലങ്കരിച്ച് കരോൾ ഗാനങ്ങളൊക്കെ ഞങ്ങൾക്കും പോകാനായിട്ട് ഇടയായി. ഇന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാനയുമായിട്ട് പല ഭവനങ്ങളിലേക്ക് ചെല്ലുവാനായിട്ട് സാധിച്ചു. ഇവിടെ എല്ലാം വലിയൊരു പ്രതീക്ഷ ഈ ജനത്തിനോടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനതയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. ഇവർ ഈ ഹൃദയം തകർന്നു പോയവരാണ്. അവർ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മൊത്തം തകർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷമാണ്. അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ വേളയിൽ നമ്മളും ഭവനങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ലെബനോൻ ജനതയെ ഓർക്കണമേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ഈ ലെബനോനിനെ പോലെ, ദേവദാരുവിനെ പോലെ കരുത്തുള്ള വിശ്വാസത്തിൽ വീണ്ടും ലെബനോൻ പടുത്തുയർത്തപ്പെടുവാൻ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ പടുത്തുയർത്തി വരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ലെബനോനിൽ നിന്നും റിഡംപ്റ്ററിസ്റ്റ് വൈദികർ.